നന്നാവാന് കഴിഞ്ഞില്ല റബ്ബേ. 60 വയസ്സുകൊണ്ട് എനിക്ക് നന്നാവാന് കഴിഞ്ഞില്ല. ആരാനെ ഞാൻ കുർപ്പാത്ത് പറഞ്ഞവനാ, ഗീബത്ത് പറഞ്ഞു നടന്നവനാ, ഫസാദ് പറഞ്ഞു നടന്നവനാ, ഫിത്നയുണ്ടാക്കി തമ്മിലടിപ്പിച്ചവനാ, വേണ്ടാധീനങ്ങളെ പറഞ്ഞവനാ, എന്റെ ഇബാദത്തുകളെ പരിചയം ചെയ്യുന്നവനാ, പള്ളിയിലേക്ക് പോകാത്തവനാ, ഒരു ഇൽമിന്റെ മജ്‌ലിസിലിരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവനാ, പാതിരാത്രിയുടെ യാമങ്ങളിൽ പോലും ക്ലബ്ബുകളിലിരുന്ന് ഞാൻ ചൊട്ടിയവനാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ പറയുമത്രേ, അല്ലാഹുവേ ഞാൻ സീരിയൽ കണ്ടവളാ, സിനിമ കണ്ടവളാ, പടച്ച റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചവളാ. സുന്ദരമായ ജീവിതത്തിലൂടെ ദാമ്പത്തിക ജീവിതം മുന്നേറുമ്പോ ഏതോ ഒരു പ്രതീക്ഷിക്കാത്ത കോളിലൂടെ, മെസ്സേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഞാൻ കാമുകനോട് സല്ലപിച്ചവളാ. എന്റെ കാമുകനോട് ഞാൻ സല്ലപിച്ചവളാ, ഞാൻ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവളാ. അല്ലാഹുവേ പടച്ചവരെ പുറത്തു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഞാൻ വിശ്വാസവഞ്ചന നടത്തിയവളാണ്. എനിക്ക് രക്ഷയില്ല റബ്ബേ, ഇല്ല റബ്ബേ, ഇല്ല. ഒരു സെക്കൻഡ് എനിക്ക് പിന്തിച്ചു തരുവോ അല്ലാ. അല്ലാ അപ്പോൾ പറയുന്ന മറുപടി എന്തെന്നറിയോ? ഒരു സെക്കൻഡ് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല, തീർന്നു. ഒരു സെക്കൻഡ് പോലും ഇനി പിന്തിക്കാന ടൈം തന്നില്ലേ? ടൈം തന്നപ്പോ എനിക്ക് നന്നാവാൻ കഴിഞ്ഞില്ല, ഇനി നീ നന്നാവണ്ട. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മരണം ഹൈറാക്കി എളുപ്പമാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനിങ്ങനെ പറയുന്നത് എന്തെന്നറിയോ? ഈ അസ്റായിലിനെ കാണുന്ന രംഗം 2 രൂപത്തിലാണ്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനുഷ്യൻ അവനെങ്ങനെ ദർശിക്കും, ഒരു മോശപ്പെട്ട മനുഷ്യൻ എങ്ങനെ ദർശിക്കുമെന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടു. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്റായിലിനോട് ആവശ്യപ്പെട്ടു, അസ്റായിലെ കാലായി നിന്നെ കേൾക്കുന്നത് തമ്മാടികൾ അങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ഹൽ തസ്തതിഉ അൻ തുരിനി സൂറത്തകല്ലതി തഖ്ബിദു അർവാഹൽ ഫാജിർ. ഒരു തമ്മാടിയായ മനുഷ്യന്റെ റൂഹ് എങ്ങനെ നീ മരിക്കുന്ന നേരത്ത് അവന്റെ അടുത്ത് വരുന്ന രംഗം ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ഒരു തമ്മാടിയായ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ റൂഹ് പിടിക്കുമ്പോൾ എങ്ങനെ അവന്റെ അടുത്ത് വരുന്നത്? തമ്മാടി എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് വിചാരിച്ച കുറെ ഗീബത്ത്, ഫിത്ന, ഫസാദ് അങ്ങനെ പറയണമെന്നല്ല. ഇത് വലിയ സീനിയർ തമ്മാടി, വലിയ തമ്മാടികളുടെ കൂട്ടത്തിൽ അല്ലെ പ്രധാനമന്ത്രിയാണ്. പിന്നെ ഇന്നത്തെ മഗ്രിബ് നിസ്കാരം ഒരു ചെറുപ്പക്കാരൻ അവന് നിസ്കരിക്കാതെ ഈ സദസ്സിലുണ്ടെങ്കിൽ അവന്റെ പേര് തമ്മാടി. അതെന്ത് വേണ്ടല്ലേ? ഒരു ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടൊരു പെണ്ണ് തന്റെ കാമുകനുമായി അവൻ പണിക്ക് പോയപ്പോ അല്ലെ ഗൾഫിലുണ്ട്, ഓക്ക് ഈ നേരലും തൂങ്ങലും ചാറ്റിങ്ങും മെസ്സേജും വീഡിയോ കോളും, നിന്റെ പേര് തമ്മാടിച്ച്. വേറൊന്നും വേണ്ട. സിനിമയും സീരിയലും റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ നീ തപസ്സരിക്കുന്നു, നിന്റെ പേര് തമ്മാടിച്ച്. പെങ്ങളെ മാറണം, പെങ്ങളെ ഒരു കുടുംബ ജീവിതത്തെ തകർക്കല്ല പെങ്ങളെ. നിന്നെ പോലോത്ത എത്രയോ കുടുംബ പ്രതീക്ഷകൾ ഒരുപാട് മനസ്സിന്റെ അകത്തളത്ത് കൊണ്ടു നടക്കുന്ന ഭർത്താക്കന്മാരുടെ ലോകത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകം മുഴുവനും നിലകൊള്ളുന്നത്. അല്ലാഹുവേ പടച്ചവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു, എങ്ങനെയാ ഈ പറഞ്ഞവരുടെ റൂഹ് എങ്ങനെയാണ് അസ്റായിലെ നീ പിടിക്കാൻ വരുമ്പോ നിന്റെ കോലം? ഇബ്രാഹിം നബിയോട് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇബ്രാഹിം നബി ആര്? നമ്മളെ ഇവിടുത്തെ മുട്ടത്തോണ്ട് ഇബ്രാഹിം പോലത്താളാ? നിങ്ങൾ വിചാരിക്കുക അത് ഇബ്രാഹിം നബി അല്ലേ? ഇബ്രാഹിം നബി ആര്? മുട്ടത്തോട് ഇബ്രാഹിം കഥല്ല ഇത്. അള്ളാന്റെ ചങ്ങായി ഖലീലുള്ളാ, അള്ളാന്റെ ഫ്രണ്ട്, സ്വന്തം മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുക്കാൻ സന്നദ്ധനായ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ ഉടമ ആ പ്രവാചകനോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കഴിയില്ല. അത് അയാളെ റൂഹ് പിടിക്കാൻ വരുന്ന ആളല്ല. ഏതോ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, നിസ്കരിക്കാത്തോ, നോമ്പടിക്കാത്തോ, കള്ളു കുടിക്കുന്നോ, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ്, ഇവരുടെ റൂഹ് പിടിക്കുന്ന അസ്റായിലിന്റെ രൂപം എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാശി പിടിച്ച് എനിക്ക് കണ്ടേ പറ്റൂ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിസമ്മതിച്ച് പിന്മാറിയെങ്കിലും ഇബ്രാഹിമിന്റെ വാശിക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഇസ്രായീൽ പറഞ്ഞു, കാണിച്ചു തരാം ഇബ്രാഹിം നബിയേ, ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ എന്റെ രൂപമാറ്റുന്നതിന് വേണ്ടി എനിക്ക് രൂപഭാവങ്ങളെ മാറ്റാൻ ഒരല്പം സമയം തരണം, അതുവരെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കണം, മാറി നിൽക്കണം. അല്ലാഹുവേ, പടച്ചവനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നിൽക്കുകയാണ്. തിരിഞ്ഞു നിന്ന് ഒരുപാട് സമയം കഴിയുമ്പോൾ ഇസ്രായീൽ പറഞ്ഞു, എന്നെ നോക്കണേ ഇബ്രാഹിം, തമ്മാടിയുടെ റൂഹ് പിടിക്കുന്ന ഞാൻ എന്റെ കോലം മാറ്റിയിരിക്കുകയാണ്. ഒരു തമ്മാടിയുടെ അടുത്ത് ഞാൻ റൂഹ് പിടിക്കാൻ വേണ്ടി പോകുമ്പോ, ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ അടുത്ത് പോകുമ്പോ എന്റെ രൂപം എങ്ങനെയാണെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുമ്പോ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ടുപോയി. ഇബ്രാഹിം നബി ബോധക്ഷനായി വീണുപോയി, ബോധം കെട്ടുപോയി. മണിക്കൂറുകളോളം ബോധം തെളിഞ്ഞില്ല. അസ്രായീലിനെ കണ്ട് പേടിച്ച് ഭയന്ന് വിറച്ച് അല്ലാഹുവിന്റെ ഖലീലായ ഉലുൽ അസ്മകളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധക്ഷനാവുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധം തെളിഞ്ഞു. അല്ലാഹ് അസ്രായീലിനെ കാണുന്നില്ല. അപ്പോഴാണ് മാലോകരോട് മഹാനായ ഇബ്രാഹിം നബി പറയുന്നത്, തമ്മാടികളാവല്ലേ, ആരാന കുറ്റം കുറവും പറയില്ലേ, ഒരു ഭർത്താവിനെയും വഞ്ചിക്കല്ലേ, പാതിരാത്രിയുടെ യാമങ്ങൾ വരെ നിന്റെ കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് നടക്കല്ലേ ചെറുപ്പക്കാരാ. ഞാനല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്നോട് ഉപദേശിക്കുകയാണ്. കരഞ്ഞു കരഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, ഞാൻ ബോധം കെട്ട് വീഴാനുള്ള കാരണം എന്തെന്നറിയോ? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കറുകറുത്ത മനുഷ്യനാ, ആകാശത്തിന്റെ അത്ര വലിപ്പമുള്ള അസ്രായീൽ, മുടി നീണ്ടുപോയ മനുഷ്യനാണ്. അല്ലാഹുവേ, പടച്ചവനെ, അസ്വദു സിയാബ്, കറുകറുത്തിരുണ്ടുപോയ വസ്ത്രമാണ്. ദുർഗന്ധം വയ്ക്കുന്ന വാസനയാണ് അസ്രായീൽ നിന്നടിച്ചു വീശുന്നത്. യഖ്റുജു മിൻ ഫീഹി വമനാഖിരിഹി ലഈബുൻ നാരി വദ്ദുഖാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ തീനാളങ്ങളുണ്ടല്ലോ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീപടലങ്ങളുണ്ടല്ലോ, അസ്രായീലിന്റെ മൂക്കിൽ നിന്ന്, നാക്കിൽ നിന്ന് അസ്രായീലിന്റെ പരിശുദ്ധ ചുവടിൽ നിന്ന്, അസ്രായീലിന്റെ ഓരോ ദ്വാരങ്ങളിൽ നിന്ന് കത്തിപ്പടരുമ്പോ ഞാൻ പേടിച്ചു പോയി പ്രിയപ്പെട്ട ഉമ്മത്തെ എന്ന് പറഞ്ഞു തന്റെ സമുദായത്തോട് അസ്രായീലിനെ കുറിച്ച് മഹാനായ ഇബ്രാഹിം നബി പറയുമ്പോ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇത് എപ്പോഴോ ഉള്ള ഒരു കഥയല്ല. ഏതൊരു വിഷയത്തിനും സമയമുണ്ടല്ലോ. ഈ പറയുന്ന ഈ ദർശനമുണ്ടല്ലോ, ഒരുപക്ഷെ ഈ സദസ്സിലായിരിക്കുക, ഒരുപക്ഷെ നാളെയായിരിക്കാം. അസ്രായീലിനെ കാണുമ്പോ പുഞ്ചിരിയോട് നിനക്ക് കാണണമെങ്കിൽ പടച്ചവനിലേക്ക് മുന്നേറുക, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അഴിച്ചു മാറ്റുക, അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തത്തിനായി ജീവിക്കുമ്പോഴാ നിനക്ക് അസ്രായീലിന് നല്ല ദർശനം ശ്രമിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ.